പ്രഗ്നന്റ് ലേഡീസിന് പല്ലെടുക്കുന്നതിലും അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് യൂസ് ചെയ്യുന്നതിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്? ഈ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ, അതായത് പ്രഗ്നൻറ്റ് ലേഡീസിനും ഇവരുടെ ആദ്യത്തെ 3 മാസം ശരിക്കും പറഞ്ഞാൽ ഭ്രൂണാവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോർമേറ്റീവ് സ്റ്റേജിലാണ് നമ്മുടെ ഭ്രൂണം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അവസരത്തിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി മരുന്നുകൾ, ഇതൊക്കെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് മരുന്നുകൾ കഴിക്കുന്നത് അങ്ങേയറ്റം ശ്രദ്ധിച്ച് മാത്രമേ ഈ ആദ്യത്തെ 3 മാസം ചെയ്യാവുള്ളൂ എന്നുള്ളത് ശാസ്ത്രീയമായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ സ്ട്രെസ് കണ്ടമാനം വരുന്നതും ഇതേപോലെ നമുക്ക്, കാരണം ആ ഒരു അവസരത്തിൽ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ കാര്യം മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം കൂടി നോക്കേണ്ട അത്യാവശ്യം നമുക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ചികിത്സ എപ്പോഴും ഒരു സ്വീകാര്യമായിട്ടുള്ള ഗർഭസ്ഥാവസ്ഥയിരിക്കുമ്പം ആദ്യത്തെ 3 മാസവും അവസാനത്തെ 3 മാസവും ഈ സ്ട്രെസ് കണ്ടമാനം ഉണ്ടാക്കുന്ന ദന്ത ചികിത്സകൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം. രണ്ടാമത്തെ, അതായത് 4, 5, 6 മാസങ്ങളിൽ ഈ ചികിത്സകൾ ചെയ്യാവുന്നതാണ്.